വലിച്ചേറ്റുക, ഫ്രീ ആയിട്ട് കിടന്നിട്ട്. അതിനാണ് ആൽഫ ലെവൽ കറക്റ്റ് ചെയ്യാൻ. സയൻസിൻ്റെ അവസ്ഥ ഞാൻ ഇപ്പോൾ പറയുന്നില്ല. എങ്ങനെയാണ് വിഷ്വലൈസേഷൻ ചെയ്യണം എന്നുള്ളതാണ്. പതുക്കെ ശ്വാസം വലിച്ചിട്ട് ശ്വാസം വലിച്ചു കയറ്റി ഒരു 2 സെക്കൻഡ് ഇവിടെ നിർത്തണം. അതിനുശേഷം പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. 1 വലിച്ചേറ്റ് അവിടെ നിർത്തുക, പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. 2 ഇങ്ങനെ 10 പ്രാവശ്യം നമ്മൾ ശ്വാസം വലിച്ചതിന് ശേഷം രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് ഇത് ചെയ്തതിന് ശേഷം നമ്മൾ വിഷ്വലൈസേഷൻ. എന്താണ് വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ? മനക്കണ്ണുകൊണ്ട് നമ്മൾ ആ ദിവസത്തെ പ്രോഗ്രാം ഒരു ചിത്രം പോലെ മനസ്സുകൊണ്ട് കാണുക. മനസ്സുകൊണ്ട് വിചാരിക്കുകയല്ല, സബ് കോൺഷ്യസിന്. അത് വേറൊരു സബ്ജക്റ്റാണ്. നമ്മുടെ രാഘവേട്ടനോട് ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് അതിനൊരു ക്ലാസ് വെക്കണം. എങ്ങനെയാണ് ഈ സബ് കോൺഷ്യസ് പ്രോഗ്രാം ഡിലീറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമുണ്ട്. അതാണ് ഏറ്റവും സക്സസ് ആയിട്ടുള്ളത്. ഇതേപോലെ ചെയ്തിട്ട് ആ ദിവസം ചെയ്യാനുള്ള പ്രോഗ്രാം മുഴുവനും നമ്മളെ സബ് കോൺഷ്യസിൽ, ഉപബോധ മനസ്സിൽ നമ്മളത് സേവ് ചെയ്യണം. മനസ്സിലായ മാഷം? മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇതേപോലെ കിടന്നിട്ട് റിലാക്സ് ചെയ്തൊരു 10 പ്രാവശ്യം ബ്രീത്ത് ചെയ്തതിന് ശേഷം ഈ രാവിലെ ഞാൻ എഴുന്നേറ്റുന്ന് രാത്രി വരെ എന്തെല്ലാം ഒരു അധ്യാപകനാണെങ്കിൽ അധ്യാപകൻ്റെ ഡ്യൂട്ടീസ് ഉണ്ടാവും, വക്കീലിൻ്റെ ഡ്യൂട്ടീസ് ഉണ്ടാവും, ഡോക്ടർക്ക് ഡോക്ടർമാരുടെ ഡ്യൂട്ടീസ് ഉണ്ടാവും. ആ ചെയ്യാനുള്ള ഡ്യൂട്ടീസ് മുഴുവൻ നമ്മൾ വിഷ്വലൈസ് ചെയ്തിട്ട് സബ് കോൺഷ്യസിൽ അത് പ്രോഗ്രാം ചെയ്യണം, സേവ് ചെയ്യണം. അങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ദിവസം മുഴുവൻ നമുക്ക് കാര്യങ്ങൾ നേടാൻ പറ്റും. രാത്രി ഉറങ്ങാൻ നേരത്തെ ഇതേ മാറ്റി റിലാക്സ് ചെയ്തിട്ട് നമുക്ക് നെഗറ്റീവായിട്ടുള്ള വല്ലതും നമ്മുടെ സബ് കോൺഷ്യസിൽ പ്രോഗ്രാമിംഗ് ആയി പോയിട്ടുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ആക്കണം. എന്നിട്ടേ നമ്മൾ ഉറങ്ങാൻ പാടുള്ളൂ. നമുക്കറിയാം, നമ്മൾ മലയാളികളാണ് ഏറ്റവും അധികം ശുദ്ധിയെപ്പറ്റിയും വൃത്തിയെപ്പറ്റിയും ലോകത്തെ വെച്ച് ഏറ്റവും അധികം പ്രചരിപ്പിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നത് മലയാളികളാണ്. ഒരു നേരമെങ്കിലും ഒരു ദിവസം കുളിക്കാറില്ല. ഏറ്റവും അധികം സോപ്പ് ഉപയോഗിക്കുന്നത് മലയാളികളാണ്. അപ്പോൾ ഇത്രയധികം ഉപയോഗിക്കുന്ന നമുക്ക് നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കാൻ വേണ്ടി ഏറ്റവും മനസ്സ് മലിനീകരിക്കപ്പെട്ടിരിക്കുന്ന മലയാളികൾക്ക് മാത്രമാണെന്നുള്ളതൊരു സത്യമാണ്. എല്ലാ മലയാളികൾക്കും മനസ്സ് മലിനീകരിക്കപ്പെട്ടിരിക്കുന്നു. അതെന്തുകൊണ്ട്? നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കുറേ അഴുക്കുകളുണ്ട്, കുറേ വേണ്ടാത്ത ചിന്തകളുണ്ട്, അസൂയ, പക, ദേഷ്യം, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മൾ ഉപബോധ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നു. ആ ഉപബോധ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നത് ഡിലീറ്റ് ആക്കാതെ, അത് സേവ് ചെയ്തത് ഡിലീറ്റ് ആക്കുന്നില്ലെങ്കിൽ അത് ഉപബോധ മനസ്സിൽ തന്നെ കിടക്കും. അത് നമ്മുടെ മരണം വരെ കിടക്കും. ഒരു വലിയ തടാകത്തിലോ കുളത്തിലോ കുറേ അഴുക്കുകൾ ഉണ്ടായാൽ ആ അഴുക്കുകൾ നീക്കാത്ത കാലത്തോളം ആ കുളത്തിലോ തടാകത്തിലോ അഴുക്ക് അടഞ്ഞുകൂടും. അതുമാതിരി നമ്മുടെ മനസ്സിൽ ധാരാളം അഴുക്കുകളുണ്ട്. എന്തെല്ലോ കാര്യങ്ങൾ നമ്മൾ ആവശ്യമില്ലാതെ ചിന്തിച്ചിട്ടുണ്ട്. നാളെ എന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഉപബോധ മനസ്സിൽ അത് പ്രോഗ്രാമിംഗ് ആയിട്ടുണ്ട്. ഈ ഉപബോധ മനസ്സിൽ പ്രോഗ്രാമിംഗ് ആയിട്ട് അവിടെ കിടക്കുകയാണ്. അത് ഡിലീറ്റ് ആയിട്ടിരിക്കുന്നത് അത് പോയില്ല. അത് നമ്മുടെ മരണം വരെ അവിടെ തന്നെ കിടക്കും. നമുക്കറിയാം, ചെറിയ പ്രായത്തിൽ നമുക്ക് എന്തെങ്കിലും നടന്ന സംഭവങ്ങൾ ഒന്ന് കണ്ണടച്ചാൽ അത് മുഴുവൻ നമ്മുടെ മുമ്പിലേക്ക് വരും. അപ്പോൾ നമുക്ക് കരച്ചിൽ വരും. പല സ്ഥലങ്ങളിലും ഇതേമാതിരി റിലാക്സ് ചെയ്തിട്ട് അവിടെ സമയമില്ലാത്തതുകൊണ്ടാണ് ചെയ്യാത്തത്. അവർ ധാരാളം ആളുകൾ ഇങ്ങനെ കരഞ്ഞിട്ടുണ്ട്. അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളൊന്ന് കാണൂ, മനക്കണ്ണുകൊണ്ടൊന്ന് കാണൂ എന്ന് പറയുമ്പോൾ ചില ആളുകൾ നെഞ്ഞിടിക്കാറുണ്ട്, ചില ആളുകൾ കരയാറുണ്ട്, ചില ആളുകൾ കൈകാലുകൾ വിറക്കാറുണ്ട്. കാരണം ഉപബോധ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അഴുക്കുകളുണ്ട്. ഈ ഉപബോധ മനസ്സുകൾ അടിഞ്ഞുകൂടിക്കുന്ന അഴുക്കുകളെ നമുക്കൊരിക്കലും നീക്കാൻ പറ്റില്ല, അത് വിഷ്വലൈസ് ചെയ്ത് അത് എടുത്തു കഴിയാത്ത കാലത്തോളം. അപ്പോൾ അത് ഓരോ ദിവസവും നമ്മൾ രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ ഈ രൂപത്തിൽ കിടക്കുകയും നമ്മൾ ഓരോ ദിവസവും ചെയ്തിരിക്കുന്ന നെഗറ്റീവായ കാര്യങ്ങൾ ഡിലീറ്റ് ആക്കുകയും പോസിറ്റീവായ കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെക്കുകയും ചെയ്യും. അതിന് ഓരോ ദിവസവും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കും, വളരെ പ്ലസൻ്റ് ആയിരിക്കും, നമ്മുടെ ശരീരവും മനസ്സിനും വളരെ ഉന്മേഷമുണ്ടാവും. ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിലിരിക്കണം. അതാണ് നമ്മുടെ ജീവിതത്തിൽ വെൽനെസ് ഉണ്ടാക്കാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ഘടകം. എൻ്റെ വാക്കുകൾ കേട്ടതിന് നന്ദി. നമസ്കാരം.